ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ എന്താണ് നമ്മളെ എൻ്റെ ബീഡ്സ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് കുറേ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അതെത്താൻ കുറേ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കഴിഞ്ഞ പ്രാവശ്യം വരുന്നത് തന്നെ ആയിരുന്നു. പക്ഷെ അന്ന് കുറച്ച് സ്റ്റോക്ക് കുറവായിരുന്നു. പിന്നെ ഇതിവിടെ കിട്ടാനില്ല, പാക്കറ്റായിട്ടും കിട്ടുന്നില്ല. അപ്പോൾ സ്ട്രിങ് ആയിട്ട് തന്നെ വാങ്ങിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഞാൻ. വേറെ നല്ല ഒരു കിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കിറ്റിന് തയ്യാറെപ്പെടാൻ ശരിയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നാളത്തെ വീഡിയോ കിറ്റായിരിക്കും കേട്ടോ. കിറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. 350 രൂപയുടെ ഒരു ഷിപ്പിംഗ് ചാർജ് അടക്കം 350 രൂപയുടെ ഒരു കിറ്റായിരിക്കും കേട്ടോ വരുന്നത്. അപ്പോൾ പിന്നെ വന്നിട്ടുള്ളത് ഇതാ ഈ ബീഡ്സ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 50 രൂപക്ക് ഒരു ബഞ്ചിൽ എത്ര പീസ് ഉണ്ടോ ചോദിച്ചാൽ എത്ര സ്ട്രിങ് 1 2 3 4 5 6 7 8 9 10 12 സ്ട്രിങ് ഉണ്ടാവും കേട്ടോ. 12 സ്ട്രിങ്ങിൽ ഒരു ബഞ്ചിന് 50 രൂപയാണ്. ഇത് 3mm ആണ് കേട്ടോ. പിന്നെ അങ്ങനെ ഇത് വന്നിട്ടുണ്ട്. പിന്നെ ഈ എൻ്റെ ബീഡ്സും പിന്നെ വന്നിട്ടുള്ളത് സെൻറ്റർ ക്ലിപ്പാണ് കേട്ടോ. സെൻറ്റർ ക്ലിപ്പ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് ഗോൾഡൻ കളറാണ്. ഇതിന് റേറ്റ് ഉണ്ട് കേട്ടോ. ഇതിന് ഒരു പീസിന് 12 രൂപ വരുന്നുണ്ട്. ഇത് റേറ്റ് ഉണ്ട്, പൊട്ടിച്ചിട്ടില്ല ഞാൻ. എന്താണ് കേട്ടോ, പറ്റ കുഞ്ഞല്ല എന്നാൽ പറ്റ വലുതും അല്ല കേട്ടോ, മീഡിയം സൈസാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വലുതാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് എന്താ പറയുക, കുറച്ച് പഴക്കമുള്ളത് പോലെ ആയതുകൊണ്ട് ഞാൻ 5 രൂപയ്ക്ക് സെയിലാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ മീഡിയം സൈസ് ഇതേ വലുപ്പത്തിലുള്ള സിൽവർ ഉണ്ടായിരുന്നു, ഞാൻ 7 രൂപയ്ക്ക് സെയിലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കിപ്പോൾ ഇത് കിട്ടിയിട്ടുള്ളത് റേറ്റ് കൂടുതലായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനും ഷിപ്പിംഗ് കൊടുത്തിട്ട് തന്നെ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിന് 12 രൂപ വരുന്നുണ്ട് കേട്ടോ. ഗോൾഡൻ ആണ് വരുന്നത്, 12 രൂപ ഇതിന് വരുന്നുണ്ട്. അപ്പോൾ ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എത്ര പീസാന്ന് പറയാം. അതുകൊണ്ടാണ് ഞാൻ റേറ്റ് ഇതിൽ പറയുന്നത് കേട്ടോ. ഞാൻ ഇതിന് മുൻപ് സിൽവർ ഈ റേറ്റിൽ തന്നെ ഇതേ വലുപ്പത്തിൽ സിൽവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. 7 രൂപയ്ക്കാണ്. ഇപ്പം എൻ്റെ അടുത്ത് സ്റ്റോക്കില്ല, അത് കിട്ടാത്തതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. പക്ഷെ എത്ര റേറ്റ് ആവുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. 100 പീസ് എടുക്കാനും പറഞ്ഞു, പക്ഷേ എത്ര റേറ്റ് ആവുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഇതാണ് നമ്മളെ ഇയറിങ്സിൻ്റെ ഇത് വന്നിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് കുറച്ച് സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ഇത് ബിഗും ഉണ്ട് സ്മാളും ഉണ്ട് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഞാൻ മുൻപ് കാണിച്ചു തന്നിട്ടുള്ളതാണല്ലോ. ഇതാ സ്മാളും ബിഗും. സ്മാളിന് പെയറായിട്ട് 8 രൂപയും ബിഗിന് പെയറായിട്ട് 10 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ വന്നിട്ടുള്ള സാധനം ഇതായി കേട്ടോ. ഈ സാധനം ഇത് പീസ് റേറ്റാണ് വരുന്നത്. ഇതെന്താണെന്ന് മനസ്സിലായോ? നമ്മളെ വൈറ്റ് ബീഡിൻ്റെയും ഒക്കെ ഇടയിൽ കൂടെ ഒക്കെ കൊടുക്കുന്ന, അതുപോലെ മാല കൊടുക്കുന്നതൊക്കെ വരുന്ന ആ ടൈപ്പ് സാധനമാണ്. പക്ഷെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. ഇതൊരു പീസാണ്. പീസ് റേറ്റിന് എനിക്ക് കിട്ടിയത് 100 പീസ് ഉണ്ട്. ഇതിൽ 4 പീസ് 5 പീസോളം ഡാമേജും ആണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല, ചിലതൊക്കെ ഡാമേജ് ആയി കിടക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ റേറ്റ് അവർ കൂട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് 4 രൂപയാണ് കേട്ടോ. ഒറ്റ പീസിന് 4 രൂപയാണ് വരുന്നത്. പിന്നെ ഇത് പെട്ടെന്ന് തീർന്നിട്ടുണ്ടായിരുന്നു. 3ാമത്തെ പ്രാവശ്യമാണ് ഞാനിത് ഇറക്കുന്നത് കേട്ടോ. ഈ കുളത്ത് ഇത് സിൽവറും ഉണ്ട്, അതുപോലെ ഗോൾഡും ഉണ്ട്. ഇതൊരു പീസിന് 4 രൂപയാണ് കേട്ടോ. ഒറ്റ പീസിന് 4 രൂപ. അതുപോലെ ഇതും തീർന്നിട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല. നമ്മൾ കൈ ചെയിൻ്റെ ഒക്കെ കുളത്താണ് ഞാൻ കാണിച്ചത്. ഇതാണ് കേട്ടോ, ഇതാണ് സാധനം. കീ ചെയിൻ്റെ തന്നെയാണ് കേട്ടോ. പക്ഷെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കട്ടിയൊക്കെ ഉണ്ട്. 8 രൂപയാണ് കേട്ടോ ഇതിൻ്റെ ഒരു പീസിന്. ഇത് 3ാമത്തെ പ്രാവശ്യമാണ് ഞാനിപ്പോൾ ഇറക്കുന്നത്. 8 രൂപയാണ് കേട്ടോ ഇതിൻ്റെ ഒരു പീസിന് റേറ്റ് വരുന്നത്. പിന്നെ 1-2 പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളടുത്ത് ജ്വല്ലറി മേക്കിംഗ് മെറ്റീരിയൽസ് ഉണ്ടോ എന്നല്ല. അപ്പോൾ എനിക്ക് ശരിക്കും ഇതിനെപ്പറ്റി എന്തൊക്കെയാണെന്നില്ല എനിക്കറിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തുള്ള സാധനങ്ങൾ ഞാൻ കാണിച്ചു. അതിൽ പിന്നെ ഗിയർ ലോക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം ചെറിയ പാക്കറ്റായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഒരു 100 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. അപ്പോൾ ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ടായിരിക്കും നമ്മൾ പാക്കറ്റ് രൂപത്തിലായിരിക്കും തരിക കേട്ടോ. 25 രൂപയുടെ പാക്കറ്റായിട്ടായിരിക്കും തരുന്നത്. പിന്നെ ജ്വല്ലറി മേക്കിംഗ് മെറ്റീരിയൽസ് ഇത് ബോൾ ചെയിൻ എന്ന് പറയുമല്ലോ, അതിൻ്റെ ചെറുതാണ്. ഇത് എടുത്തിട്ടേ ഇല്ല കേട്ടോ. ഞാൻ കാറ്റലോഗിൽ ഇട്ടിട്ടില്ല, അതിൻ്റെ റേറ്റ് തന്നെ നോക്കിയിട്ടില്ല. പിന്നെ വന്നിട്ടുള്ളതാണ് ജംപ് റിങ്സ് കേട്ടോ. ഈ ജംപ് റിങ്സ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ഒരു പീസിന് 50 പൈസ എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. പിന്നെയാണ് എനിക്ക് ബില്ല് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അവരോട് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത്. ഇത് നമുക്ക് വരുന്നത് 10 ഗ്രാമിന് 15 രൂപയാണ് കേട്ടോ. ഇത് എൻ്റെ അടുത്ത് ഇപ്പോൾ ഗോൾഡും ഉണ്ട്, അതുപോലെ സിൽവറും ഉണ്ട് കേട്ടോ. ഗോൾഡും സിൽവറും ഉണ്ട്. 10 ഗ്രാമിന് 15 രൂപയാണ് വരുന്നത്. പിന്നെ ഇത് ബ്രേസ്ലെറ്റ് ചെയിൻ്റെതാണ് കേട്ടോ, കുറച്ച് വലിയ ടൈപ്പ്. ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിന് 28 രൂപ വരുന്നുണ്ട്. പിന്നെ ഇത് ഹെഡ് പിന്നല്ല, ഐ പിന്നല്ലോ, ഹെഡ് പിന്നാന്ന് തോന്നുന്നു കേട്ടോ. ഇതുണ്ട്. ഇതൊക്കെ ഗ്രാം സൈസാണ് റേറ്റ്. പിന്നെ ഇതിന് 75 രൂപയാണ് കേട്ടോ. നമ്മളെ ബ്രേസ്ലെറ്റിലൊക്കെ ചെയ്യുന്ന അതാണ്. അതിന് 75 രൂപ വരുന്നത്. പിന്നെ ഈ കുളത്ത് മനസ്സിലായ നമ്മളെ മാലയുടെയൊക്കെ ഉണ്ടാണ് ഒരു നീതിയൊരു കുളത്തുണ്ടാവുമല്ലോ,
അങ്ങനത്തെ ഒരു കുളത്ത്. ഇതിനെന്താ കുളത്ത് എനിക്ക് അറിയില്ല. കുളത്ത് എന്ന് പറയാൻ എന്താണോ ഈ കുളത്ത് ഇതാ. ഇതിൻ്റെ റേറ്റൊക്കെ ഞാൻ കാറ്റലോഗിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പ്രാവശ്യം വന്നിട്ടുള്ള ജ്വല്ലറി മേക്കിംഗ് മെറ്റീരിയൽസ് ഇതാണ്. അപ്പോൾ ഇനി വൈകാതെ തന്നെ ഞാൻ മറ്റേ മെറ്റീരിയൽസ് എന്താ പറയുക മെറ്റീരിയൽസ് അല്ല നമ്മളെ ഇത് ഹെഡ് ബാൻഡ് കിറ്റിൻ്റെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നാളെ മുതൽ അതിൻ്റെ വീഡിയോസ് ആയിരിക്കട്ടെ. അപ്പോൾ അതിന് മുൻപായിട്ട് എനിക്ക് 1-2 വീഡിയോസ് കൂടി ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അപ്ലോഡ് ആക്കിയതിന് ശേഷം നാളെ എന്തായാലും ചെയ്യും. നാളത്തെ വീഡിയോ അതായിരിക്കും. പിന്നെ അതിൻ്റെ തുടർച്ചയായിട്ട് അത് വെച്ചിട്ടുള്ള ഹെയർ ബാൻഡും പിന്നെ അല്ലെങ്കിൽ കീ ചെയിനൊക്കെ വെച്ചിട്ടായിരിക്കും കേട്ടോ അടുത്ത വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. വ്യൂസ് ഉണ്ട്, പക്ഷേ ലൈക്ക് കുറവാണ്. അപ്പോൾ ഒന്നുകൊണ്ട് ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ഇട്ടിട്ട് പോവാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇവിടെ വരുന്നതാണ്. ടേക്ക് കെയർ, ബൈ.